ഹായ് നമസ്കാരം. ഇപ്പോൾ ഞാനൊരു ലൈവായിട്ടുള്ള വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവല്ലാട്ടത് ലൈവായിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ. അങ്ങനെ വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ചെറിയ പണികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് വന്ന് വീഡിയോയിൽ പറയണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഞാൻ ദേ ഇവിടെ ത്രെഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടിക്ക് ഇതിവിടെ കളിക്കാനായിട്ട് ടോയ്സൊക്കെ ഇട്ട് കൊടുത്ത് കാറ് കളിച്ച് കിടക്കുകയാണ്. കാല് ഇവിടെ നീട്ടി വെച്ചിട്ട് പൊക്കി വെച്ചിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തട്ടണതിൻ്റെ ഇടയിൽ കൂടെ തട്ടല്ലടാ. അപ്പോൾ അത് കാരണം ഞാൻ കാലൊക്കെ പൊക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇരുന്നും കൊണ്ടാണെങ്കിൽ എനിക്ക് പണികൾ ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ കാലിന് ഒരു പ്രശ്നം വന്നപ്പോൾ കൈക്കായില്ലല്ലോ ഈശ്വര എന്നുള്ള സമാധാനമാണ് എനിക്കല്ലാതെ അയ്യോ എൻ്റെ കാലിൽ അങ്ങനെ പറ്റി അങ്ങനെ വലിയൊരു ഇതില്ല. കാരണം കൈക്കായിരുന്നെങ്കിൽ ഇതിലും അധികം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നാലായിരുന്നു. കാരണം ഇത് കാരണം എനിക്ക് ഇരുന്നെങ്കിലും കാര്യങ്ങൾ ചെയ്യാമല്ലോ. കൈക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈയില്ലാണ്ട് ഇതൊക്കെ പണികളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും സന്തോഷമുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡറൊക്കെ തരാനായിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് മര്യാദയോടുകൂടെ ഒന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ എഴുതലും ഒക്കെ ആയിട്ട് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അത് ചെയ്യുന്നുണ്ട്. നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കുണ്ട്, മക്കളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, എല്ലാത്തിനും ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസും ഭയങ്കര എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ലൈഫ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനിടയിൽ എനിക്ക് എന്നെ നെറ്റിപ്പട്ടത്തിന് ഓർഡർ ആളുകൾ തരണം എന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. കാരണം എനിക്ക് കിട്ടുന്ന ഓർഡറുകൾ എനിക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറേ ഓർഡറുകൾ നിങ്ങൾ എനിക്ക് തരണം എന്നോ ഞാൻ അങ്ങനെ വലിയ റിക്വസ്റ്റ് ആയിട്ടൊന്നും വന്ന് പറയാറില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാറുണ്ട്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു, ഒരു ലേഡി ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കുറച്ചൊക്കെ പറഞ്ഞു. ഞാൻ വാട്സപ്പിൽ എന്ന് പറഞ്ഞാലേ കോൾ വന്ന് ഞാൻ പരമാവധി എടുക്കാറില്ല. കാരണം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ, ഇൻസ്റ്റയിൽ, ഇതിൽ വാട്സപ്പിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇഷ്ടംമാതിരി. പിന്നെ നമ്മളുടെ കുറേ ഹിന്ദിക്കാർ വീഡിയോസ് കാണുന്നുണ്ട്, തമിഴ് ലാംഗ്വേജ് ഉള്ളവർ വീഡിയോസ് കാണുന്നുണ്ട്. അവരോടത്തൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, ആകെ മലയാളം മാത്രമേ. അപ്പോൾ അവരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക, വെറുതെ ബബ്ബടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലേഡി എൻ്റെ അടുത്ത് ഒരു 9 മണി നേരത്തൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തു. പിന്നെ ഞാൻ ഉണ്ണികളെ ഉറക്കേണ്ട തിരക്കില്ലായി, ഞാൻ പിന്നെ അത് കണ്ടില്ല. അപ്പോൾ ഒരു കുറേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോണൊക്കെ നൈറ്റായി കഴിഞ്ഞാൽ സൈലൻറ്റിൽ ഇടുള്ളൂ. എനിക്ക് ഉണ്ണികളെ എനിക്ക് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, സൗണ്ട് കേട്ടാൽ കാണാൻ അപ്പോൾ എണീക്കും. അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ ഉണ്ണികളൊക്കെ ഉറങ്ങി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 11 മണി 11:30 നേരത്തെ ഞാൻ ആദ്യം ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ വന്ന് എൻ്റെ അടുത്ത് പറയാം, നിങ്ങളൊരു ഗ്രൂപ്പിലൊക്കെ നമ്പർ കൊടുക്കുമ്പോൾ അവർ വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അവർ വിളിച്ച് കഴിഞ്ഞാൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു 2 മണിക്കൂറത്തേക്ക് ഗ്യാപ്പ്. ചിലരൊക്കെ എനിക്ക് മാസങ്ങൾക്ക് മുൻപ് മെസ്സേജ് അയച്ചാൽ ഞാൻ കാണാതെ കിടക്കുന്നുണ്ട്. ചിലപ്പോൾ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊന്നും മെസ്സേജുകളൊന്നും ഞാൻ ചിലപ്പോൾ നോക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നതുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അപ്പം ഒത്തിരി ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ ഞാൻ തന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും ഫോണും പിടിച്ചിരിക്കുന്ന ഒരാളല്ല. ഞാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിരിക്കും. വാട്സപ്പിലൊക്കെ കയറുന്നത് വളരെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. പക്ഷേ ബിസിനസ് വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കുറവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിട്ടോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നിങ്ങൾക്ക് നെറ്റിപ്പട്ടം തരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, എനിക്കിനി നിങ്ങളുടെ കയ്യിൽ നെറ്റിപ്പട്ടം വേണ്ട. അങ്ങനെയൊക്കെയാണോ സംസാരിക്കുക? നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് ആർക്കും എന്ത് കിട്ടുന്നത്? അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാക്കി. അപ്പോൾ നെറ്റിപ്പട്ടം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാം, അതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അതുപോലെ ഇന്നാളൊരു സംഭവം ഇതുപോലെ ഉണ്ടായിരുന്നു. നെറ്റിപ്പട്ടം ഓർഡർ ചെയ്തു, നെറ്റിപ്പട്ടം ഞാൻ ഉണ്ടാക്കി. അവർ പറഞ്ഞ കറക്റ്റ് ഡേറ്റ്, എനിക്ക് എന്നാൽ തീരെ വയ്യാതെ ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അന്നൊരു ശ്വാസതടസ്സമൊക്കെ വന്നിട്ട്. പക്ഷെ അവർ ഇന്ന ദിവസത്തിന് 20-ാം തീയതിക്ക് നെറ്റിപ്പട്ടം വേണമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യെങ്കിൽ കൂടെ അത് എങ്ങനെയൊക്കെയോ മെനക്കെട്ട് ഞാനത് ഉണ്ടാക്കി 20-ാം തീയതിക്ക് നെറ്റിപ്പട്ടം ഓക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് അഡ്രസ്സ് അയച്ചു തരുമോ, ഞാനത് അയച്ചു തരാം, നിങ്ങൾ 20-ാം തീയതിക്ക് വേണമെന്ന് പറഞ്ഞതല്ലേ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് വന്ന് വാങ്ങണം, വീട്ടിൽ വന്ന് വാങ്ങിക്കോളാം, തൃശ്ശൂരുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്നെ വിളിക്കുക എന്തോ ചെയ്തിട്ടുണ്ടായി. അന്ന് എനിക്കിതുപോലെ തീരെ വയ്യാണ്ട് അമ്മയും ചേട്ടനും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു ദിവസമായിരുന്നു. ഞാൻ ഫോൺ എടുക്കില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫുൾ സൈലൻറ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു ഫോൺ. പിന്നെ എൻ്റെ ബിസിനസ് വാട്സപ്പ് ഉള്ളത് വേറെ ഫോണിലാണ്. അപ്പോൾ ഈ ഫോണിലാണ്, ഇപ്പോൾ ഈ പുതിയ ഫോണിലാണ് ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് ഉള്ളത്. അപ്പോൾ രണ്ട് ഫോണാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ ബിസിനസ് വാട്സപ്പ് കൊടുക്കുന്ന ഫോൺ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീട്ടിലായിരുന്നു. എന്നിട്ട് ഈ പിറ്റേ ദിവസം ഞാൻ ഫോൺ നോക്കുമ്പോൾ
ഈ ലേഡി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വന്ന് വാങ്ങാനായിട്ട്. അപ്പോൾ ഞാൻ അന്ന് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവർ വന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ നെറ്റിപ്പട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ലേഡിക്കല്ല, അവരുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എനിക്ക് നെറ്റിപ്പട്ടം വേണ്ട, വേണമെങ്കിൽ ഇനി അവരെ കോൺടാക്ട് ചെയ്തോന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഓർഡർ തന്ന ആളെയല്ലേ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടെ സാധനം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ പിന്നെ ഇതാക്കിയില്ല. അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് പോയി. എന്തിനാ എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു ദിവസം ഫോൺ എടുത്തില്ല എന്നുള്ള കാര്യത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉണ്ട്. ചിലപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചാടി കയറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലും വലിയ ടെൻഷനുകൾ ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ടുള്ള ഇങ്ങനെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള ടെൻഷൻസൊക്കെ നമ്മളിങ്ങനെ അനുഭവിച്ചിരിക്കുകയായിരിക്കും. അപ്പം എനിക്ക് ഒന്നും വേണ്ട, എന്തിനാണ് ഇതിപ്പോൾ, പിന്നെ ഇപ്പം എനിക്ക് ആ ടെൻഷനില്ല. അങ്ങനെ ആരെങ്കിലും ഓർഡർ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പോട്ടെ അങ്ങോട്ട്. നമുക്കിപ്പോൾ ഒന്നല്ലെങ്കിൽ അവരല്ലെങ്കിൽ വേറെ ആൾക്കാരാണെങ്കിൽ നമുക്ക് കൊടുക്കാനൊക്കെ ആളുകളുണ്ടാവും. അത് ഈശ്വരൻ നമ്മൾ ആരും ദ്രോഹിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. കാരണം തന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം നെറ്റിപ്പട്ടം അവരുടെ ഇഷ്ടം പ്രകാരം നമ്മൾ ഉണ്ടാക്കി, ഇന്നതുപോലെ വേണമെന്നൊക്കെ പറഞ്ഞുണ്ടാക്കി. അത് അവരെന്താ പറഞ്ഞേ, ഫുൾ സിൽവർ വെച്ചിട്ടോ അങ്ങനെ എന്താ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സിൽവർ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനോട് പറയല്ലേ, അല്ല അതിൻ്റെ ഉള്ളിൽ ഗോൾഡ് വന്നാലല്ലേ ഭംഗി ഉണ്ടാവുക, ഇത് ഗോൾഡ് ആക്കാൻ പറ്റുമെന്ന്. എവിടെ ഫുള്ള് നമ്മൾ സിൽവർ വെച്ച് കവർ ചെയ്തിരിക്കുന്ന സാധനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയാം ഇത് ഗോൾഡ് ആക്കാൻ പറ്റുമെന്ന്. ഞാൻ നിങ്ങൾ എന്ത് പരിപാടി പറയണം, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് പറയാറുന്നില്ലേ. എന്നുവെച്ചാൽ ഞങ്ങൾക്കിത് വേണ്ട, ക്യാൻസൽ ചെയ്യാമെന്ന്. നമ്മൾ ഇത്രയും മെറ്റീരിയൽസ് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് സാധനം ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നതാണ് ഇത് വേണ്ടെന്ന്. എവിടെ എനിക്കത് വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാര്യമാക്കണില്ല, നമ്മൾ വിഷമിക്കായിരുന്നു എന്താ. പക്ഷെ തൊട്ടപ്പോൾ ഞാൻ അതിപ്പോൾ പോസ്റ്റ് ഇട്ടു കേട്ടോ. ആ നെറ്റിപ്പടത്തിൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഫോട്ടോ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ഒരു പയ്യനെൻ്റെ അടുത്ത്, ചേച്ചി എനിക്ക് ഈ നെറ്റിപ്പട്ടം കിട്ടാൻ നല്ല വഴിയുണ്ടോ, എനിക്ക് ആ നെറ്റിപ്പട്ടം തരുമോ ചേച്ചി, എനിക്ക് ഇതന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും പറഞ്ഞ സന്തോഷമായി. അത് ഞാൻ ആ പയ്യനെ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അത് എൻ്റെ നിന്ന് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരാളും ദ്രോഹിക്കണം എന്ന് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യില്ല. ഇപ്പം എൻ്റെ റേറ്റിനെ പറ്റിയിട്ട് അത് ഞാൻ ആദ്യം പറയാട്ടോ. ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ റേറ്റുകൾ ഞാൻ വളരെയധികം കുറവ് റേറ്റിലായിരുന്നു നെറ്റിപ്പട്ടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് ഞങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ റേറ്റിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റേറ്റിൻ്റെ കാര്യം, ഞാൻ എത്രയാണ് കൊടുക്കുന്നത്, ആൾ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു സംസാരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ നെറ്റിപ്പട്ടം കൊടുത്തിരുന്നത് ഒരുപാട് വില കുറച്ചിട്ടാണ്. കാരണം വലിയ 5 അടിയുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ 5000-6000 രൂപയുടെയൊക്കെ വ്യത്യാസത്തിലാണ് അത്രയും കുറവിലാണ് ഞാൻ കൊടുത്തിരുന്നത്. ഞാനൊരു കൊടുത്തിരുന്ന റേറ്റിനേക്കാളും 5000-6000 രൂപ കൂടിയിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അവരും അതുപോലെ തന്നെ ഈ വലിയ നെറ്റിപ്പട്ടം സെയിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സ്റ്റാഫുകളെയൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ കൊടുക്കുന്ന റേറ്റൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളി. ഇപ്പം ഞാൻ നെറ്റിപ്പട്ടത്തിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ്, ഇപ്പോൾ സാധാരണ അവരൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൂല്യം എനിക്ക് കിട്ടിയാൽ മതിയാവും. ഇത്രയും നാൾ അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ ഇത്രയും നാൾ ഞാൻ പൊട്ടനായി കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഞാൻ അറിയാണ്ട് ചെയ്തതാണ്. എനിക്ക് കുഞ്ഞൊരു ലാഭം അതിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ അതല്ല നമ്മളുടെ ഈ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ത്രെഡൊക്കെ കെട്ടിയുണ്ടാക്കണേ, ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ മെത്തേഡിനെ പറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ അത്രയും സ്പീഡല്ല. അപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് സ്പീഡായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഓരോന്ന് കോർത്ത് വെച്ച് പിന്നെ നമ്മൾ അത് ഈ വലിയ ത്രെഡിലോട്ട് കെട്ടി ഉണ്ടാക്കണം. ഇതിങ്ങനെ ഓരോന്നാക്കി വെച്ചിട്ട് ഇത് വലിയ ത്രെഡിലോട്ട് കെട്ടി വേണം നമ്മളിതിൻ്റെ അരങ്ങ് കെട്ടാനായിട്ട്. അതുപോലെയാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞു ബോൾസുകൾ നമ്മൾ ഒട്ടിച്ച് വേണം ഈ 5 അടിയാണെങ്കിലും 6 അടിയാണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തോരം സമയം നമ്മൾക്ക് ഇതിന് വേണ്ടി പോകണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് സമയമാണ് ഇല്ലാത്തതെന്ന്. അപ്പോൾ ആ സമയമില്ലാത്ത ഞാൻ ഇതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം നമ്മൾ വാങ്ങുക തന്നെ വേണമല്ലോ. അപ്പോൾ എനിക്ക് ഇത്ര നാൾ അബദ്ധം പറ്റി, പക്ഷേ ഇനി ഞാൻ ആ അബദ്ധമായിട്ട് നമുക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ തിരുത്തണം അല്ല, അതെന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ഇപ്പം ഞാൻ തിരുത്തിയിട്ടുണ്ട് കേട്ടോ, എൻ്റെ റേറ്റിലൊക്കെ ഞാൻ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത്രയും നാളെ ഞാൻ അത്രയും വില കുറച്ചായിരുന്നു സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വിഷമമൊക്കെ തോന്നി. പിന്നെ വെച്ച് വേണ്ട, നമ്മൾ അങ്ങനെ ഒരാൾക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു വഴിക്ക് നമുക്കത് വലിയ കിട്ടും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. ഈശ്വരൻ എനിക്ക് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്, പണ്ടൊക്കെ ഒരുപാട് മുട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈശ്വരൻ എനിക്ക് ഒന്നിനും ഒരു മുട്ടിപ്പ് എനിക്ക് വരുത്തുന്നില്ല. അപ്പോൾ എനിക്ക് പൈസയ്ക്കാണെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വഴിക്ക് അല്ലെങ്കിൽ ഒരു വഴിക്ക് എനിക്കത് സെറ്റായി പോകുന്നുണ്ട്. അതൊരു പക്ഷേ ഞാൻ ആരെയും ദ്രോഹിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം.
പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് മണ്ടത്തരങ്ങളും ഞാൻ ഇടയിൽ കൂടെ കാണിച്ചു. പക്ഷേ ഞാൻ മണ്ടത്തരങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ നെറ്റിപ്പട്ടൊക്കെ നമ്മളടുത്ത് ഓർഡർ ചെയ്യാൻ വരുമ്പോഴേ സാമാന്യം ഒന്ന് മര്യാദയോടുകൂടെ സംസാരിക്കാനായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ കാലൊക്കെ നീര് വന്ന് തവിട്ട് പൊടിയായിട്ട് നീട്ടി വെച്ചിരിക്കുക. അതാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും ഞാൻ ഇടാറില്ലല്ലോ. ഇപ്പം ഇവിടെ കണ്ണൻകുട്ടി അവിടെ ടോയ് കളിച്ചൊക്കെ കിടക്കണ്. കല്ലുമോള് ഇവിടെ എനിക്ക് എല്ലാ സപ്പോർട്ടുകളായിട്ട് അവളുണ്ട്. കല്ലോ ആ മൈക്കൊന്നും എടുത്തിട്ട് വാ, കല്ലോ ആ ഫോണൊന്നും എടുത്തിട്ട് വാ, കല്ലോ അതൊക്കെ പറയുമ്പോൾ അവളാണ് അതൊക്കെ ചെയ്തു തരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്രസ്സുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ബുക്ക് വിടാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നെറ്റിപ്പട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഫുഡ് കൊടുക്കേണ്ട സമയം ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. കല്ലു ടാറ്റ കൊടുത്തടാ. കല്ലെന്തെങ്കിലും പറയണ്ട. കല്ലിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഈ താമരപ്പൂവൊക്കെ ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്? കല്ല എന്തെങ്കിലും പറയണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്? കല്ലു എന്താ വീഡിയോസിൽ വരാത്തതിൻ്റെ കാരണം പറഞ്ഞേ? പണ്ടൊക്കെ വീഡിയോസിൽ വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നാണായിട്ടാണോ? പിന്നെ കളിക്കണം ചിരിക്കണം. അപ്പോൾ വീഡിയോയിൽ കളിക്കും ചിരിക്കുകയൊക്കെ ചെയ്യാം. അമ്മ ചിരിച്ചിട്ടല്ലേ വർത്താനം പറയുന്നത്. നമ്മളെപ്പോഴും ചിരിച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി വരും. നമ്മളെപ്പോഴും വീഡിയോ കുറച്ച് നേരമല്ലേ ഉള്ളൂ, 10 മിനിറ്റ്. ഇതിപ്പോൾ ലോങ് വീഡിയോ ആയ കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആകെ 3 മിനിറ്റേ നമുക്ക് ഷോർട്സ് കിട്ടുള്ളൂ. ഷോർട്സ് ആണല്ലോ നമുക്ക് കൂടുതലും ചെയ്യുന്നത്. കേൾക്കില്ലേ നാളെ വീഡിയോ ഇട്ടിട്ട്? ടീ ഒക്കെ ചെയ്യണ പോലെ ചെയ്യാം. അമ്മനെ കളിയാക്കിട്ടാ. എന്നാലും കല്ലു അങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടാ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിലും കല്ലും കണ്ണനും കൂടി വീഡിയോ എടുക്കുമല്ലോ. ഇവിടെ നമ്മുടെ പൊന്നെവിടെ? പൊന്നവിടെ ഭയങ്കര കളിയിലാണ് അല്ലേ? പൊന്നിന് ഞാൻ ഫാൻ ഓഫാക്കി ഫാൻ ഓഫാക്കിയ കാരണം ഈച്ച വരുന്നത്. അതെ, ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവിടെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പം കാറൊക്കെയാണ് ഇട്ട വേണ്ടത്. വലിയ ഭയങ്കരമായിട്ട് പുരോഗമിച്ച് കണ്ടേ അല്ലേ? കണ്ട നോക്കണില്ല ഏട്ടാ. അതൊക്കെ ക്യാമറ വയ്ക്കിയ മോളിൽ ഈച്ച ക്യാമറ വയ്ക്കിയ മോളിലിരുന്ന് കാണാൻ ആരോ നോക്കുന്നുണ്ടല്ലോ. ആരോ മുകളിലിരുന്ന് നോക്കില്ലേ? ക്യാമറ ഒന്നുമല്ല, ഞങ്ങൾക്ക് കാറാണ് വലുത് പോയി, ലൈറ്റ് കുറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.